ഹായ് ഹലോ നമസ്കാരം. PG3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് തന്നു തുടങ്ങിയിട്ടുള്ളത് കേട്ടറ്റിൻ്റെ ക്ലാസ്സുകളാണ്. കേട്ടിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പരീക്ഷാ നോട്ടിഫിക്കേഷൻ ഒക്ടോബറിലായിരിക്കും വരിക എന്ന് വെച്ച് നോട്ടിഫിക്കേഷൻ വരട്ടെ, അപ്ലൈ ചെയ്ത ശേഷം പഠിച്ചു തുടങ്ങാം എന്നൊന്നും ചിന്തിച്ചിരിക്കരുത്. കാരണം കേട്ടറ്റ് എത്രയും പെട്ടെന്ന് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല ഒരു തീരുമാനം എന്ന് പറയുന്നത്. അതിന് നേരത്തെ തന്നെ തുടങ്ങുക, പഠനം നേരത്തെ തന്നെ ആരംഭിക്കുക. നോട്ടിഫിക്കേഷൻ വന്ന ശേഷം പഠിക്കുക എന്ന് കരുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമയം നമുക്ക് മതിയായി വരില്ല, സമയം പോരാതെ വരും. പിന്നെ 1 മാർക്കിന് പോയി 2 മാർക്കിന് പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ നിങ്ങൾ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന് മുൻപ് നമ്മൾ നൽകിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ചാനൽ കണ്ടിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കൊള്ളുക. കേട്ടിട്ട് പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം, അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ, ക്ലാസ്സുകളായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അധ്യാപക പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ചാനലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേട്ടിട്ട് കാറ്റഗറി 1 സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇത് 2019 കഴിഞ്ഞ 2019 ജൂണിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 1ൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു 4-5 ചോദ്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് എന്ന് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കുക. കോൾബർഗിൻ്റെ സന്മാർഗിക വികസന ഘട്ടത്തിൽ ശിക്ഷയും അനുസരണവും എന്നത് ഏത് ഘട്ടത്തിലാണ് സംഭവിക്കുന്നത്? നോക്കണം. മൂർധ മനോവ്യാപാര ഘട്ടം, യാഥാസ്ഥിതാനന്തര സദാചാരതലം, പ്രാഗ് യാഥാസ്ഥിത സദാചാരതലം, യാഥാസ്ഥിത സദാചാരതലം. അപ്പോൾ ഈ ഒരു 3 ആണല്ലോ നമുക്കിതിൽ വരുന്നത്. ഈ 3 സ്റ്റേജസിൽ ഏതിലാണ് ശിക്ഷയും അനുസരണവും വരുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. കോൾബർഗിൻ്റെ എന്താണ് സന്മാർഗിക വികാസഘട്ടവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആ കോൾബർഗിൻ്റെ സന്മാർഗിക വികാസഘട്ടം അത് 3 ഉണ്ട്. അത് 3 പഠിക്കണം. ആ 3 വീണ്ടും 2 തലങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ തരംതിരിച്ചിട്ടുണ്ട്, അറിയുന്ന കാര്യമാണ്. അപ്പോൾ കോൾബർഗിൻ്റെ സന്മാർഗിക വികസന ഘട്ടത്തിൽ ശിക്ഷയും അനുസരണവും എന്നത് ഏത് ഘട്ടത്തിൽ വരും? നമുക്ക് എന്തായാലും ഓപ്ഷൻ എ അല്ല എന്നുള്ളത് അറിയാം അല്ലെ. യാഥാസ്ഥിതാനന്തര സദാചാര തലമാണോ, പ്രാഗ് യാഥാസ്ഥിത സദാചാര തലമാണോ, യാഥാസ്ഥിത സദാചാര തലമാണോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രാഗ് യാഥാസ്ഥിത സദാചാര തലവുമായി ബന്ധപ്പെട്ടാണ് ശിക്ഷയും അനുസരണവും എന്നുള്ളത് വരുന്നത്. ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നാമത്തെ ഒരു ഭാഗമാണ് നമ്മൾ നോക്കുന്നത്, പൂർവ യാഥാസ്ഥിത സദാചാര അല്ലെ, യാഥാസ്ഥിത സദാചാര ഘട്ടം, പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതായത് കുട്ടി എന്തായിട്ട് സമൂഹവുമായിട്ട് ഇടപെട്ടുകൊണ്ട് സന്മാർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിന് മുൻപുള്ള ഘട്ടമാണ്. ഓക്കെ, കുട്ടി സമൂഹവുമായി എന്ത് ചെയ്യുന്നു, ബന്ധപ്പെട്ടുകൊണ്ട് സന്മാർഗികം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിന് മുൻപ്, അതായത് കുട്ടി എന്ത് ചെയ്തിട്ടില്ല, സമൂഹവുമായി ഇടപെട്ടുകൊണ്ട് സന്മാർഗത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയോ കാര്യങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല. അതിന് മുമ്പേ ഉള്ള ഘട്ടമാണ് പൂർവ യാഥാസ്ഥിതിക സദാചാര ഘട്ടം എന്നുള്ളത്. അതിനെ നമ്മുടെ ഓപ്ഷനിൽ വന്നിട്ടുള്ളത് പ്രാഗ് യാഥാസ്ഥിത സദാചാര തലം എന്നാണ് വന്നിട്ടുള്ളത്. ഈ ഒരു തലത്തിലാണ്, അതായത് ഈ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള പൂർവ യാഥാസ്ഥിതിക സദാചാര ഘട്ടം അഥവാ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജിലാണ് കുട്ടി ശിക്ഷയും അനുസരണവും എന്നുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞു, മൊറാലിറ്റി എന്താണ് എന്നുള്ളത് കുട്ടി മനസ്സിലാക്കുന്നതേ ഉള്ളൂ. അതിന് മുൻപ് തന്നെ സമൂഹവുമായി ഇടപെടുന്നതേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെയുള്ള ഒരു ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ആചാരങ്ങൾ എന്താണ്, മര്യാദ എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും കുട്ടി എന്തല്ല, ബോധവാനല്ല. കുട്ടിയുടെ ചിന്ത മുഴുവൻ എന്താണ്, സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും, അഹം കേന്ദ്രീകൃതമായിട്ടുള്ള ചിന്തയായിരിക്കും ആ പ്രായത്തിൽ ഉണ്ടാവുക. അതായത് കുട്ടിയെ സംബന്ധിച്ച് ഭൗതിക സുഖത്തിൽ കവിഞ്ഞ ഒരാഗ്രഹവും കുട്ടിക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ
ഈ ഘട്ടത്തിൽ രണ്ട് തലങ്ങളുണ്ട്. ഏത് ഘട്ടത്തിൽ? പൂർവ്വ യാഥാസ്ഥിതിക സദാചാര ഘട്ടത്തിൽ രണ്ട് തലമുണ്ട്. ഈ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ മര്യാദകൾ, ആചാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും കുട്ടി ബോധവാനല്ല. കുട്ടി എന്താണ്? സെൽഫ് സെൻറ്റേർഡ് ആണ്, അഹം കേന്ദ്രീകൃതമാണ്. സമൂഹവുമായി ബന്ധപ്പെട്ട്, സമൂഹവുമായി ഇടപെട്ടുകൊണ്ട് സന്മാർഗത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ഇല്ലാത്ത, അല്ലെങ്കിൽ വ്യക്തമായ കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിന് മുമ്പുള്ള ഘട്ടമാണ് പൂർവ്വ യാഥാസ്ഥിതിക സദാചാര ഘട്ടം എന്ന് പറയുന്നത്. അതിനെ രണ്ട് തലമായിട്ടാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ തലമാണ് നമ്മുടെ ചോദ്യം. എന്ത്? ശിക്ഷയും അനുസരണയും. ശിക്ഷയും അനുസരണയും. അപ്പോൾ ഇത് ഏതിലാ വരുന്നത്? നമ്മൾ ശ്രദ്ധിച്ചിരുന്നു, ഈ പൂർവ്വ യാഥാസ്ഥിതിക സദാചാര ഘട്ടവുമായി ബന്ധപ്പെട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് ശിക്ഷയും അനുസരണയും വരുന്നത്. അതായത് ഇവിടെ കുട്ടിയുടെ ബിഹേവിയറിനെ, കുട്ടിയുടെ വ്യവഹാരത്തെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമങ്ങളും ചട്ടങ്ങളുമാണ്. നിയമങ്ങളും ചട്ടങ്ങളുമാണ് ഈ ഘട്ടത്തിൽ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നത്. അതായത് നിയമം അനുസരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ശിക്ഷ ലഭിക്കുന്ന പ്രവൃത്തികൾ എന്താണ് കുട്ടിയെ സംബന്ധിച്ച്? അത് തെറ്റാണ്. അതുമാത്രമല്ല, അത് അധാർമികവുമായിട്ടാണ് കുട്ടി കരുതുന്നത്. അതേപോലെ തന്നെ ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി അനുസരണ എന്നതിൽ കവിഞ്ഞ ഒരു മൂല്യബോധവുമില്ല എന്നാണ് കുട്ടി അവിടെ ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവുക. അതായത് വേദന വരുത്തി വെക്കുന്ന പ്രവൃത്തികളെ തെറ്റായിട്ടും സുഖമുണ്ടാക്കുന്നതെല്ലാം ശരിയെന്ന് കരുതുന്ന ഘട്ടമാണ് ഒന്നാമത്തെ തലം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്? പൂർവ്വ യാഥാസ്ഥിതിക സദാചാര ഘട്ടം. ആ ഘട്ടത്തിലെ ഒന്നാമത്തെ തലമാണ് ശിക്ഷയും അനുസരണവും എന്നത്. ആ ശിക്ഷയും അനുസരണവും കഴിഞ്ഞാൽ അടുത്ത തലം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ശിക്ഷയും അനുസരണവും എന്നുള്ളതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫ്രണ്ടിൻ്റെ, കൂട്ടുകാരൻ്റെ കളിപ്പാട്ടം കുട്ടിക്ക് ഇഷ്ടമാണ്, പക്ഷെ അത് തട്ടിപ്പറിക്കുന്നത് തെറ്റല്ല. കുട്ടിയെ സംബന്ധിച്ച് കൂട്ടുകാരൻ്റെ കളിപ്പാട്ടം ഇഷ്ടമാണ്, അത് തട്ടിപ്പറിക്കുന്നത് കുട്ടിയെ സംബന്ധിച്ച് തെറ്റല്ല. പക്ഷേ ആ സമയത്ത് രക്ഷിതാവിൻ്റെ അടിയോ ശകാരമോ കിട്ടിയാൽ കുട്ടിക്ക് എന്തുണ്ടാവും? ദുഃഖമുണ്ടാകുന്നു. അതോടുകൂടി ശരിയേത് തെറ്റേത് എന്നുള്ള സങ്കല്പങ്ങൾ വരുന്നു. അതായത് ആദ്യം കൂട്ടുകാരൻ്റെ കളിപ്പാട്ടമാണ്, അതെനിക്ക് ഇഷ്ടമാണ്, അത് തട്ടിപ്പറിക്കുന്നത് തെറ്റല്ല, അത് ശരിയാണ്. പക്ഷേ ദുഃഖമുണ്ടാകും, അടിയോ ശകാരമോ. അപ്പോൾ ശരി തെറ്റെന്താവുന്നു? അത് മാറുന്നു. അപ്പോൾ കുട്ടി ശരിയെന്ന് കരുതുന്നത് എന്തായി മാറി? തെറ്റായി മാറി. തട്ടിപ്പറിക്കുന്നത് കുറ്റമല്ല, പക്ഷേ അച്ഛൻ്റെ അമ്മയുടെയെന്നോ എന്ത് കിട്ടും? അടിയോ ശകാരമോ കിട്ടും. അപ്പോൾ അത് തെറ്റായി. അപ്പോൾ ശിക്ഷയെ ഭയന്ന് രക്ഷിതാവിൻ്റെ സാന്നിധ്യത്തിൽ കുട്ടി എന്ത് ചെയ്യില്ല? ഒരിക്കലും അത് എന്ത് ചെയ്യില്ല? തട്ടിപ്പറിക്കില്ല. അപ്പോൾ ശിക്ഷയിൽ ഭയന്ന് അതിൻ്റെ സാന്നിധ്യത്തിൽ ആ കുട്ടി ഒരിക്കലും കൂട്ടുകാരൻ്റെ കളിപ്പാട്ടത്തെ എന്ത് ചെയ്യുന്നില്ല? എടുക്കുന്നില്ല. അതാണ് ഇവിടെ ശിക്ഷയും അനുസരണവും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് പറഞ്ഞത്. ഇങ്ങനെയാണ് ഒരു ശിക്ഷ നൽകിക്കൊണ്ട് അനുസരണാശീലം വളർത്തിയെടുക്കുന്ന ഘട്ടമാണ് ഏതെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ശിക്ഷയും അനുസരണവും എന്ന് പറയുന്ന ഘട്ടം. ഇനി രണ്ടാമത്തെ തലം, നമ്മൾ ആദ്യത്തെയിൽ തന്നെ രണ്ടാമത്തെ തലം നോക്കുകയാണ്, പ്രായോഗികമായ ആപേക്ഷികത്വം എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി വായിക്കുക, അധ്യാപകരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോംവർക്ക് ചെയ്യുക, ഇതെല്ലാം ഏത് ഘട്ടത്തിൽ വരുന്നതാണ്? പ്രായോഗികമായ ആപേക്ഷികത്വത്തിൽ വരുന്നതാണ്. നമ്മുടെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? കോൾബർഗുമായി ബന്ധപ്പെട്ട് കോൾബർഗിന്റെ സന്മാർഗിക വികസന ഘട്ടത്തിൽ ശിക്ഷയും അനുസരണവും ഏത് ഘട്ടത്തിലാണെന്നാണ് ചോദിച്ചത്. പ്രാക് യാഥാസ്ഥിതിക സദാചാര ഘട്ടം എന്നുള്ളതാണ് ഉത്തരം എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ചിലപ്പോൾ അങ്ങനെയായിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക, ചിലപ്പോൾ ഓപ്ഷനിൽ എന്തായിരിക്കും? പൂർവ്വ യാഥാസ്ഥിതിക സദാചാര ഘട്ടം. എന്താണെങ്കിലും പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് ഓപ്ഷനിൽ എന്തായാലും ഇംഗ്ലീഷ് ഉണ്ടാവും, ഇപ്പോൾ എളുപ്പത്തിൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തു വെക്കുക. അടുത്ത ഒരു ഭാഗത്തിലേക്ക് പോകാം, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം ഇതിനേക്കാൾ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന തത്വങ്ങളാണ് അനുഭവത്തിലൂടെയുള്ള പഠനം, പ്രവർത്തനത്തിലൂടെയുള്ള പഠനം, എയും ബിയും ഇവയൊന്നുമല്ല. ശ്രദ്ധിക്കുക, ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന തത്വങ്ങളാണ്. അത് 2019 ജൂണിൽ ചോദിച്ച കേട്ടറ്റ് കാറ്റഗറി 1 സൈക്കോളജിയുടെ ഭാഗത്തു നിന്ന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഇവിടെ ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന തത്വങ്ങളാണെന്ന് പറഞ്ഞിട്ട് ചോദ്യം അവസാനിച്ചു. അനുഭവത്തിലൂടെയുള്ള പഠനം, യെസ് ശരിയാണ്. പ്രവർത്തനത്തിലൂടെയുള്ള പഠനം, അതും ശരിയാണ്. അപ്പോൾ എയും ബിയും ശരിയാണ്. അപ്പോൾ ഉത്തരം എന്താണ്? എയും ബിയും എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, സാധാരണ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായി വായിക്കുന്നതിനുള്ള കഴിവിൽ കാണപ്പെടുന്ന ചിരസ്ഥായിയായുള്ള പ്രയാസമാണ്. ഒന്ന് നന്നായി ശ്രദ്ധിക്കുക.
ചോദ്യം ജൂണിൽ ചോദിച്ച ചോദ്യം, 2019 ചോദ്യം ആവർത്തിക്കുന്ന ഭാഗം എന്താണ്? പഠന വൈകല്യങ്ങൾ. സാധാരണ വ്യക്തികളിൽ നിന്ന്, നോർമലായിട്ടുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വായനയിലുള്ള കഴിവിൽ കാണപ്പെടുന്ന എന്താണ്? പ്രയാസം. അപ്പോൾ വായനാ വൈകല്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ എന്നൊക്കെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. എഴുതാനുള്ള വൈകല്യത്തെ നമ്മൾ എന്തെന്ന് പറയും? ഡിസ്ഗ്രാഫിയ എന്ന് പറയും, അല്ലെ? ഗണിതശാസ്ത്രം, കണക്ക് കൂട്ടലുകളുമായി ബന്ധപ്പെട്ട മാത്തമാറ്റിക്കൽ ഡിസോർഡർ ആണെങ്കിൽ അത് ഡിസ്കാൽക്കുലിയയാണ്. ഇനി പേശി പ്രവർത്തനങ്ങൾ, മോട്ടോർ കോർഡിനേഷൻ ഡിസോർഡർ ആണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്? ഡിസ്പ്രാക്സിയ. നമ്മുടെ ചോദ്യം എന്താണ്? വായനാ വൈകല്യമാണ്. ഒന്നുമല്ലെങ്കിൽ ഭാഷാ പ്രശ്നങ്ങൾ എന്നായിരിക്കും കാണിക്കുക, അതല്ലെങ്കിൽ വായനാ വൈകല്യം എന്നായിരിക്കും കാണിക്കുക. അതേതാണ്? അത് ഡിസ്ലെക്സിയ ആണ്. അപ്പൊ ഡിസ്ലെക്സിയ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഡിസ്ലെക്സിയ എന്നുള്ള ഓപ്ഷൻ നോക്കിയേ, ഡിസ്ലെക്സിയ സി ഓപ്ഷൻ ആണ് കേട്ടോ. ഡിസ്ലെക്സിയ എന്നുള്ളതാണ്. കിട്ടിയില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 4ാമത്തെ ചോദ്യമാണ്. നോക്കുക, താഴെ പറയുന്നവരിൽ പ്രതിഭാധനനായ കുട്ടി ഏത്? ഗിഫ്റ്റഡ് ചൈൽഡ് ഏത് എന്നാണ് ചോദ്യം. പൊതുവായിട്ടുള്ള അസൈൻമെന്റുകൾ അമൃതയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒരു പൊതുവായിട്ടുള്ള ഒരു അസൈൻമെന്റ് അമൃതയ്ക്ക് ബുദ്ധിമുട്ടാണ്. അതിനർത്ഥം പ്രതിഭാധനനായ കുട്ടി ഏത് എന്നാണ് ചോദ്യം. അമൃത പ്രതിഭാധനയായ കുട്ടിയാണെന്ന് പറയാൻ പറ്റുമോ? അസൈൻമെന്റ് വളരെയധികം ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പം അല്ല. ജ്യോതിക്ക് പഠിക്കുവാനുള്ള അഭിപ്രേരണ കുറവാണ്. ഒരു ഗിഫ്റ്റഡ് ചൈൽഡ് ആണോ ജ്യോതി എന്നാണ് ചോദ്യം. അല്ല. കാരണം അഭിപ്രേരണ ഉണ്ടാവണം, ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പം അതുമല്ല. ഇനി നോക്കുക, സി, നന്നായി പഠിക്കുവാനാകുമെന്ന വിശ്വാസം നസ്നീമയ്ക്കില്ല എന്നാണ് പറഞ്ഞത്. ഗിഫ്റ്റഡ് ചൈൽഡ് ആണ്, നന്നായി പഠിക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പോൾ ഇതുമല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എന്താണെന്ന് നോക്കാം. വളരെയധികം ജിജ്ഞാസയുള്ളതും പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവളുമാണ് ആഷ്ന എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. 5ാമത്തെ ചോദ്യം, പാവ്ലോവിന്റെ പൗരാണികാനുബന്ധന സിദ്ധാന്തത്തിൽ അനുബന്ധനത്തിന് മുമ്പ് പട്ടിക്ക് നൽകിയിരുന്ന മാംസം അറിയപ്പെട്ടിരുന്നത് കണ്ടീഷൻഡ് ചോദനം, കണ്ടീഷൻഡ് പ്രതികരണം, അൺകണ്ടീഷൻഡ് ചോദകം, അൺകണ്ടീഷൻഡ് പ്രതികരണം. ഇവിടെ നോക്കുക, നമുക്ക് പട്ടി, പാവ്ലോവ് അറിയാം, പരീക്ഷണം എന്താണെന്നറിയാം, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്താണെന്നറിയാം, അല്ലേ? അപ്പോൾ പൗരാണികാനുബന്ധനവുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചത് എന്താണ്? അനുബന്ധനത്തിന് മുമ്പ് പട്ടിക്ക് നൽകിയിരുന്ന മാംസം, ഇറച്ചി കഷ്ണം, ഇറച്ചിപ്പൊടി, അത് അറിയപ്പെടുന്നത് അനുബന്ധനത്തിന് മുമ്പാണ്, കണ്ടീഷനിങ്ങിന് മുമ്പാണ് പറഞ്ഞത്. അപ്പോൾ മാംസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും റെസ്പോൺസ് ആണോ സ്റ്റിമുലസ് ആണോ? അത് റെസ്പോൺസ് ആണ്, അല്ലേ? റെസ്പോൺസ് ആണ്, അല്ലേ? മാംസം എന്നുള്ളത് റെസ്പോൺസ് ആണോ സ്റ്റിമുലസ് ആണോ? സോറി, ഞാൻ പറഞ്ഞത് തെറ്റി. റെസ്പോൺസ് ആണോ സ്റ്റിമുലസ് ആണോ? സ്റ്റിമുലസ് ആണ്, അല്ലേ? അപ്പോൾ പ്രതികരണം എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് അല്ലേ? അല്ലേ? പ്രതികരണം എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ആണ്. അപ്പോൾ ബിയുമല്ല ഡിയുമല്ല, എയോ സിയോ ആണ് നമ്മുടെ ഉത്തരവായിട്ട് വരിക. കാരണം സ്റ്റിമുലസ് ആ ചോദിച്ചത്, ചോദകാ ചോദിച്ചത്. ഞാൻ പറഞ്ഞത് മാറി, ശ്രദ്ധിക്കണം. മാംസം എന്ന് പറയുന്നത് പട്ടിയുടെ ഉമിനീരാണ് റെസ്പോൺസ് ആയിട്ട് നമ്മൾ കൂട്ടേണ്ടത്. ഇത് സ്റ്റിമുലസ് ആണ്, അല്ലേ? അപ്പോൾ അനുബന്ധനത്തിന് മുമ്പ് തീർച്ചയായിട്ടും പട്ടിക്ക് മാംസം കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിക്കുന്ന സമയത്ത് ഉമിനീര് വരുന്നുണ്ട്. പക്ഷെ അത് അനുബന്ധനത്തിന് മുമ്പായതുകൊണ്ട് തന്നെ അത് അൺകണ്ടീഷൻഡ് ചോദകമാണ്. ശരിയല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. 6ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രതിഭാശാലികളായ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഏവാന്നാണ് ചോദിച്ചത്. ഗിഫ്റ്റഡ് ചൈൽഡ് നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രത്യേക ആവശ്യങ്ങൾക്ക് വിഘ്നം സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഒരു പ്രതിഭാധനനായ കുട്ടിയെ സംബന്ധിച്ച് പ്രത്യേക ആവശ്യങ്ങൾ ഉണ്ടാകുമോ? ഉണ്ടാകും. അതിന് തടസ്സം വരുന്നത് ആ കുട്ടിയുടെ പ്രശ്നമല്ലേ? ആണ്, അല്ലേ? ഇപ്പം നോക്കണം, താഴെ പറയുന്നവയിൽ പ്രതിഭാശാലികളായ കുട്ടികൾ നേരിടുന്ന പ്രശ്നം. ഒരു കുട്ടിക്ക് പ്രത്യേക ആവശ്യങ്ങളുണ്ട്. പ്രതിഭാശാലിയായ കുട്ടിയാണ്, പ്രതിഭാധനായ കുട്ടിയാണ്, ഗിഫ്റ്റഡ് ചൈൽഡ് ആണ്. സോ പ്രത്യേക ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾക്ക് വിഘ്നം സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ പ്രശ്നമല്ലേ? ആണ്. അപ്പോൾ എ ശരിയാണ്. അപ്പോൾ ഉത്തരം എ ആണോ? ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കണം. അധ്യാപകർ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ആ കുട്ടിയുടെ ആവശ്യങ്ങൾ, ആ കുട്ടിയുടെ പഠനനില, ആ കുട്ടിയുടെ കഴിവ്, അത് തിരിച്ചറിയാതിരിക്കുന്നതും പ്രതിഭാധനായ കുട്ടിയെ സംബന്ധിച്ച് പ്രശ്നമല്ലേ? ആണ്. അപ്പോൾ ഓപ്ഷൻ ബിയും ശരിയാണ്. വെല്ലുവിളികളില്ലാത്ത ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ.
ഒരു ഗിഫ്റ്റഡ് ചൈൽഡിനെ സംബന്ധിച്ച് സാധാരണ കുട്ടികളെക്കാളും അവൻ വളരെ ഷാർപ്പായിരിക്കും. അവന് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ടാകും. അവനൊരു എപ്പോഴും ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കാൻ അധ്യാപകൻ ശ്രദ്ധിക്കണം. എന്നാലേ ആ കുട്ടി അവിടെ എൻഗേജ്ഡ് ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ച് വിരസതയാവും. ആ കുട്ടിയുടെ കഴിവ് തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ ഇല്ലാതാവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിവിടെ എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ വെല്ലുവിളികളില്ലാത്ത ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ ആ കുട്ടിക്ക് പ്രശ്നമാണ്. അപ്പോൾ അതുമാണ് മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ABCD. അപ്പോൾ ഉത്തരം D ആണ്. കിട്ടിയില്ലേ? അപ്പോൾ നമ്മൾ 6 ചോദ്യങ്ങൾ നോക്കി. എത്രണ്ണം നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.